നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് കേരളം മുഴുവൻ ശുദ്ധികലശം ചെയ്യും, നടന്മാർക്കിടയിലുള്ള എല്ലാ പീഡകരെയും ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒത്തിരി നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നൊരു ചേച്ചിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ ചേച്ചിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം, കാരണം ആ ചേച്ചി ഇപ്പം നിലവിൽ ഒരു വിക്ടിമും ക്രിമിനലുമാണ്. ഇപ്പൊ വിക്ടിം ആയതുകൊണ്ട് ഞാൻ തൽക്കാലം പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ചേച്ചിയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്ന്. മുകേഷിനെതിരെയൊക്കെ ആരോപണവുമായിട്ട് രംഗത്ത് വന്ന ചേച്ചിയാണ്. അതുകൂടാതെ തന്നെ ഏറ്റവും ഒടുവിൽ അവർ ആരോപണം ഉന്നയിച്ചത് ബാലചന്ദ്രൻ മേനോനും നമ്മുടെ കലാഭവൻ മണിസാറിനും ഒക്കെ എതിരെയാണ്. അപ്പൊ ഈ ചേച്ചിക്കെതിരെ ആ ചേച്ചിയുടെ ബന്ധു തന്നെ രംഗത്ത് വന്നിരുന്നു. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് സിനിമാക്കാർക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പേരിൽ പോസ്കോ കേസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പോസ്കോ കേസിന് ഇതുവരെ ജാമ്യം പോലും കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. മിക്കവാറും ഒളിവ് വല്ലതും ആയിരിക്കും. അപ്പൊ ഈ ചേച്ചി തന്നെയാണ് നമ്പർ 1 പീഡക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് തെളിവുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്കെതിരെ ആരോപണം ഉന്നയിച്ച് കുറെ സ്ത്രീകൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ 1-2 പേരുടെ വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാനിവിടെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സോഷ്യൽ വർക്കറാണ്. കുറേ ലേഡീസിനെ ഇല്ലീഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരോട് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിലാണ്, മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി വിടുന്നത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു. അങ്ങനെ കുറേ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവർ ഈ ട്രാപ്പിൽ പെട്ട് അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻ്റെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് കപ്പന ഡീറ്റെയിൽസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നിൽ, അവളും കേരളത്തിൽ ഒരാണും ഉണ്ട്, അവനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നോട്ട് കയറ്റി വിടുന്ന എയർപോർട്ടിൽ ഇറങ്ങി അവരുടെ പാസ്പോർട്ട് വാങ്ങലാണ്. പിന്നെ ഈ ഗ്യാങ്ങിൻ്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവാണ്. അവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ അതിനൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് ചേച്ചി ചില്ലറക്കാരിയൊന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങ് ദുബായ് വരെ നീണ്ടു കിടക്കുന്ന ബിസിനസ് ആയിരുന്നു. സംഘാടകർക്ക് വേണ്ടിയിട്ടും സിനിമാക്കാർക്ക് വേണ്ടിയിട്ടും ഒക്കെ പാവപ്പെട്ട സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുക, അവർക്ക് നല്ല ജീവിതം വാഗ്ദാനം ചെയ്തിട്ടാണ് എത്തിച്ചു കൊടുക്കുന്നത്. ജീവിതം രക്ഷപ്പെടുത്തും, ഇവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നൽകും എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ സ്ത്രീകളെ എത്തിച്ചു കൊടുക്കുക. അതും ജോലിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ഒരു മെയിൻ റാക്കറ്റിന്റെ കണ്ണിയായിരുന്നു ഇവര്, അതിന്റെ ഒരു ഉടമസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള വ്യക്തിയാണ് സിനിമാക്കാർക്കെതിരെ ആരോപണവുമായിട്ട് രംഗത്ത് വന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അങ്ങനെ അഥവാ ഇവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം ഇവർ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ആ സ്ത്രീകളൊക്കെ തന്നെ രംഗത്ത് വരണം. പേരൊന്നും പറയണ്ട, അല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടില്. രഹസ്യമായിട്ട് മൊഴി കൊടുക്കാനും രഹസ്യമായിട്ട് പോലീസിനെ സമീപിക്കാനും ഒക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് പോലീസിന്റെ അടുത്ത് ചെല്ലുക, രഹസ്യമായിട്ട് മൊഴി കൊടുക്കുക ഇവർക്കെതിരെ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് പുലർത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമാക്കാരുടെ കൂടെ നടന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴേക്കും ആ അവസരം മുതലാക്കി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നടന്മാരുടെ പേര് വന്നിട്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയസൂര്യക്കെതിരെ, മുകേഷിനെതിരെയും കലാഭവൻ മണിക്കെതിരെ, മരിച്ചുപോയ ആൾക്കെതിരെ വരെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അയാൾ വന്നിട്ട് തിരിച്ചു പറയത്തില്ലല്ലോ എനിക്കെതിരെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയത്തില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. ഏതായാലും ചേച്ചി ഇങ്ങനെ കുറെ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ചേച്ചിക്കെതിരെ തന്നെ ഇങ്ങനെ തിരിച്ചടി കിട്ടുമെന്ന് ചേച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യും, ഒന്നും പറയാനില്ലേ? മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് എന്തുകൊണ്ടാണ് അഭിമുഖം നൽകാത്തത്? അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തേ പോസ്റ്റ് ഇടാത്തത്? ഇനി പോസ്റ്റുമായിട്ട് വരും. ഇതിപ്പം കള്ളക്കേസാണ്, പൈസ വാങ്ങി എനിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റുമായിട്ട് വരും. അങ്ങനെ പൈസ വാങ്ങിച്ച് കള്ളക്കേസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചേച്ചിക്കെതിരെ പോസ്കോ കേസ് എടുക്കത്തില്ലായിരുന്നല്ലോ, ജാമ്യം നിഷേധിക്കത്തില്ലായിരുന്നല്ലോ കോടതി. ഇപ്പൊ ജാമ്യം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സാരം. ഇത് ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. പണ്ട് ഒരു 3 വർഷം മുമ്പേ ഇതുപോലെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ചേച്ചി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലീസ് കേസ് വരെ ആയതാണ്. 3 വർഷം മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പൂട്ടുന്നത് ഇവിടുത്തെ ഒരു ബിൽഡിങ്, ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഓണർ തന്നെ കേട്ടോ. അവളുടെ തോന്നിവാസം അടിച്ചിട്ടുണ്ട്. ചെപ്പുകുരിയാണ് കേട്ടോ. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാലോ ഡാൻസ് കളിക്കണം കളിക്കണം. ആ പിടിക്കല്ലേ, ആ ഓടിയുള്ളൂ. ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണം. കണ്ടില്ലേ, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അത് പോലീസുകാർ നിന്നാലോ മാധ്യമങ്ങൾ വന്ന് നിന്നാലോ അവരിങ്ങനത്തെ തുള്ളാട്ടം കാണിച്ചുകൊണ്ടേയിരിക്കും.
ഇനി ഈ സംഭവങ്ങളൊക്കെ തന്നെ സത്യമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ നിന്ന് വരെ ചേച്ചിയെ അന്വേഷിച്ച് പോലീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചേച്ചി കുടുങ്ങാനുള്ള സാധ്യതയാണ് കൂടുതലും.